ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ കുറേ ആയി ലോങ് വീഡിയോ ചെയ്തിട്ട് അല്ലേ. നമ്മളിപ്പം ഇത് ആക്ച്വലി സെപ്റ്റംബർ 3 വീഡിയോ ആണ് കേട്ടോ. ഉത്രാടത്തിന് മുന്നേ ഉള്ള ദിവസം. അപ്പം നമ്മളിത് ഇപ്പം വെളി ഗ്രൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് പള്ളത്തിരാമൻ ഗ്രൗണ്ടാണ്, വെളിയിൽ തന്നെ ഉള്ളത്. അവിടെയും ഇതുപോലെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവിടെയും പരിപാടി ഉണ്ടായിരുന്നു ഓണത്തിന്. ആൻഡ് ഇത് നമ്മുടെ വെളിയിലെ മെയിൻ ഗ്രൗണ്ടാണ്. മറ്റേ ക്രിസ്മസ് ട്രീയും ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന ആ ഗ്രൗണ്ടാണിത്. എല്ലാവർക്കും അറിയാവുന്നതാണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയണത്. അപ്പം നമ്മളിവിടെ എത്തിയപ്പോൾ ഇവിടെ ആക്ച്വലി കംപ്ലീറ്റ് ഗ്രൗണ്ടിൽ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓരോരുത്തർ ഇവിടെ ആക്ച്വലി ഇന്ന് തിരുവാതിര ഉണ്ടായിരുന്നു, മെഗാ തിരുവാതിര ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളത് മിസ് ചെയ്തു, ലേറ്റായി ഞങ്ങൾ വന്നപ്പം. പിന്നെ ഇനിയിപ്പം ഇവിടെ നാടൻ പാട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം അതൊന്ന് കേൾക്കണം, നോക്കാം നമുക്ക്. ഞങ്ങളുടെ സ്കൂളിൽ സ്കൂളില് മിസ്സാണ് എൽപിയുടെ. ഇവിടെ ഇതുപോലെ തന്നെ ഈ ലൈറ്റിൻ്റെ ആ ഒരു ഇതിനെന്താ പറയുക, ആർച്ച് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കതിലെ കൂടെ നടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ നല്ല ഫോട്ടോസൊക്കെ കിട്ടുമായിരുന്നു. പിന്നെ അവിടെ ഇവിടെ ആയിട്ട് ഓരോ മാവേലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു. അത് കണ്ടില്ലേ, നമുക്ക് അവിടെയൊക്കെ പോയി ഫോട്ടോ എടുക്കാം. ഇതേ പോകണുണ്ടായിരുന്നു. ഇതെന്ത് മാവേലി? അങ്ങനെ അപ്പം എന്താ പറയുക, പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട് സമയമായി എന്ന് പറഞ്ഞ അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടോ. അപ്പം നമ്മൾ ഇപ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് സീറ്റൊക്കെ ഓൾമോസ്റ്റ് ഫില്ലാവാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ട് കയറി നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചു. നല്ല പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം കൂടി അവിടെ നിന്നു ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. അപ്പം അങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമുക്കിനി അപ്പുറത്തെ ഗ്രൗണ്ടിലും കൂടെ കയറിയിട്ട് വീട്ടിലേക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. കിട്ടിപ്പോയി. ഫോട്ടോഗ്രാഫിക് സ്കിൽസ് എല്ലാം പുറത്തെടുക്കുന്ന ചൈനയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലോണ നടക്ക്. അതെന്താണത്? അത് കണ്ടില്ലേ, എന്താണോ പറയുന്നത് അതിന് വിപരീതമായി ചെയ്യുക എന്നുള്ളതാണ് കുടുംബപരമായി ഞങ്ങളുടെ ഒരു ഇതത്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് നടന്നപ്പം നമ്മൾ ആക്ച്വലി ആ സ്റ്റോർ കണ്ടിട്ടും നേരത്തെ പോയില്ലായിരുന്നു. അപ്പോൾ അങ്ങോട്ടൊന്ന് നടന്നിട്ട് അവിടെ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ആക്ച്വലി വേറൊന്നും ഇല്ല കേട്ടോ. പച്ചക്കറിയും പിന്നെ ഈ അച്ചാറ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതുപോലെയുള്ള കുറേ സംഭവമൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നോക്കി ഞങ്ങൾ നേരെ ഒന്ന് ഗ്രൗണ്ടിൽ പോയിട്ട് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം അവിടെ ഇതേപോലെ നമ്മൾ നേരത്തെ കണ്ട മാവേലീനെ പോലെ തന്നെ അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന വേറെ ഒരു സ്റ്റാച്ചു, ഐ മീൻ അതിനെന്താ പറയുക, ഒരു ഫോട്ടോ ബൂത്ത് പോലത്തെ സ്ഥലം കേട്ടോ. നല്ലോണം ഓണമായിട്ട് എന്താണ് പറയാനുള്ളത്? ഓണത്തെക്കുറിച്ച് 2 വാക്ക് പറയും. ഓണം മലയാളികളുടെ ദേശീയ ഒരു ഫെസ്റ്റിവലാണ്. ഓണം മലയാളികളുടെ ദേശീയ ഒരു മറ്റേതാണ്. ഓണത്തിന് വരുന്നത് മാവേലിയാണ്. ഓണത്തിന് വരുന്നത് മാവേലിയാണ് ഗൈസ്, മാവേലി, നോട്ട് ഇറ്റ്. ഓണത്തിന്റെ ഐതിഹ്യം മാവേലിയെ ചവിട്ടിത്താഴ്ത്തിയതാണ് ഗൈസ്. മലയാളത്തിന്റെ എക്സാമിൽ എഴുതിയ മാവേലിനെ കുറിച്ചുള്ളതെല്ലാം അല്ലോണം ഇവിടെ പറയും. വാമനൻ മഹാബലിനെ ചവിട്ടിത്താഴ്ത്തി. അവിടെ നിന്ന് അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. വിദൂരതയിലേക്ക് നടന്നു നീങ്ങുന്ന ഈ ചായ.
നിന്നോ തെയ്യത്തിൻ്റെ അകത്ത് നിന്ന് ചിരിക്കണോ നീ? പിന്നെ ദേഷ്യമല്ലാണ്ട് പിന്നെ സന്തോഷം വരും. എന്നിട്ട് ചിരിക്കണേ എന്താണ് നീ? അത് കൊള്ളാം. ഞങ്ങളങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ കുറേ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നതും പിന്നെ അവിടെ കുറേ നേരത്തെ ഉണ്ടായിരുന്ന തിരുവാതിരയുടെ ബാക്കിയുള്ള ആൾക്കാർ അവിടെ നിന്ന് കുറേ റീലൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ അപ്പുറത്തെ ഗ്രൗണ്ടിൽ കൂടി പോയിട്ട് വീട്ടിൽ പോയിട്ട് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. കേക്കൊക്കെ കട്ട് ചെയ്ത് ഗിഫ്റ്റൊക്കെ കിട്ടി, ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.